ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ കാര്യക്കാരില്ലാതെ ഇവിടെ ഒരു കാര്യവും നടക്കില്ല. അതുകൊണ്ട് തന്നെ ബിജുകുട്ടൻ ചേട്ടാ, പ്രചോദേട്ട, നസീറിക്ക, സ്വാഗതം. തുടങ്ങാം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ്. ഒരു അടിപൊളി സ്കിറ്റുമായിട്ട് ലെറ്റ്സ് വെൽക്കം സജി ചേട്ടൻ, ശംഭു ചേട്ടൻ ആൻഡ് ദീപ്തി ചേച്ചി. വേറെ കിട്ടിയപ്പോ അവക്കങ്ങ് കിട്ടി. 30-35 വയസ്സായ ഒരു പെണ്ണെ തറവാടിന് മുന്നിൽ കിടന്ന് അങ്ങോട്ട് ഡാൻസ് ചെയ്യാ. അതാണ് പദവി. നമ്മുടെ ഉമ്മറപ്പടിയിൽ ആരെങ്കിലും ഇങ്ങനെ ഡാൻസ് ചെയ്യോ? ഈ ഉമ്മറത്തെ വീടിന്റെ മുൻവശം ആ ഉമ്മറം. അപ്പൊ വീടിന്റെ പിൻവശം എന്താ? ജോസ് പ്രകാശ അഹങ്കാരി ഇരിക്കാരും പറയുന്നു. 10-25 വയസ്സായി വീട് പെര നിറഞ്ഞു നിൽക്കുന്നു. ഈ പെരയും പൊളിച്ച് മതിലും പൊളിച്ച് അവിടെ നിൽക്കുന്ന ഒരു മരച്ചാജി പോവേണ്ട പെണ്ണ വീട്ടിനകത്ത് തന്നെ അവള് കയറി നിൽക്കുന്നവള്. എവക്കടാ അച്ഛൻ മരിച്ചതിന് ശേഷം എന്റെ കയ്യിൽ എവിടെ തരുമ്പോ 8 വയസ്സാ. ഇത്രയും നാളും ഈ വീട്ടിലെ ജോലികൾ മൊത്തം നോക്കണം ഞാനും. അമ്മമ്മേ, എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ? അമ്മമ്മക്ക് ഞാനില്ലേ? നാട്ടുവേദനിക്കുന്നുണ്ടോ? എനിക്ക് വയ്യ. എനിക്ക് കാലുവേദന ഉണ്ടോ? എനിക്ക് വയ്യ. എനിക്ക് തലവേദന ഉണ്ടോ? ഇപ്പൊ പറയണില്ലേ എന്താ? കഴുത്ത് വേദനിക്കുന്നെന്ന്. കാരണം എന്റെ കയ്യല്ലേ എവിടെ ഇരിക്കണം. ഞാൻ എന്റെ കൈ എവിടെ കൊണ്ട് വെക്കും? അവിടെ വേദനിക്കുന്നുണ്ടോ ഇവിടെ വേദനിക്കുന്നുണ്ടോ? അഹങ്കാരി കൊച്ച്. ഒരു കാര്യം ഞാൻ പറയാം, മുത്തശ്ശി പറയണത് കേട്ട് അങ്ങോട്ട് ജീവിക്കാം കേട്ടോ. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇല്ലത്ത് അങ്ങോട്ട് ജനിക്കണോന്നുള്ളത്. ഇല്ലത്ത് ജനിക്കാൻ പറ്റാത്തതുണ്ട്. ഇല്ലത്തിന്റെ വേഷമായിട്ട് ഞാൻ ഇങ്ങോട്ട് നല്ല വേഷം നാട്ടുകാരെ കൊണ്ട് പറയിക്കാനായിട്ട്. നാട്ടുകാരെ എന്താ പറയണേ അറിയോ? എന്ത് പഴയ കാലഘട്ടത്തിലാണ് നിന്റെ അമ്മമ്മ ജീവിക്കണം. അമ്മമ്മ നോക്കേ, ഞാനൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് എന്ത് സുന്ദരമായിട്ട് നടക്കണം. അമ്മമ്മക്ക് ഇങ്ങനെ നടന്നൂടെ? എനിക്ക് നിങ്ങളത്ര പരിഷ്കാരം അങ്ങോട്ട് വേണ്ടു കുട്ടിയെ. നീ നിന്റെ കാര്യം അങ്ങോട്ട് നോക്കാം. അമ്മമ്മേ, ഞങ്ങള് കോളേജിൽ നിന്ന് ടൂർ പോവാട്ടോ. എവിടാ പോണേ? കൊടൈക്കനാല്. കൊടൈക്കനാലാണ് പോണെങ്കി ഞാനും അങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ ഭയങ്കര തണുപ്പാ. തണുപ്പ് മുത്തശ്ശിക്ക് കുഴപ്പമില്ല ഉണ്ണിയുള്ളേ. തണുപ്പ് കുഴപ്പമില്ലാത്രേ. ഞാൻ അടുക്കളയില് ഫ്രിഡ്ജ് തുറന്നാ മുറിക്കകത്തിരുന്ന കിടകിടാന്ന് പഴമ്പ കിടക്കണ ഒച്ച എനിക്ക് അടുക്കള നിന്നാ കേക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ധിക്കാരമേ പറയത്തുള്ളൂ. അല്ലെങ്കിൽ എന്നെ തോപ്പിക്കാൻ ആർക്കൊട്ടും പറ്റത്തില്ല. ഈ ആഞ്ഞിലിക്കുരി തറവാട്ടിലെ പ്രഭാവതിക്ക് ഒരു അന്തസിങ്ങടി ഉണ്ട്. ഒരു ആഞ്ഞിലിക്കുരി തറവാട് നാണക്കേടാ. എവിടെയും പോയി അഡ്രസ് ചെയ്തുമ്പോ ആഞ്ഞിലിക്കുരി തറവാട് എന്തൊരു നാണക്കേടാന്നറിയോ? അതിനൊരു കഥയുണ്ട്. ഞങ്ങളുടെ തറവാടിന്റെ മുറ്റത്തൊരു ആഞ്ഞിലിയുടെ മരം ഉണ്ടായിരുന്നു. അതിന്റെ കുരു തിന്നാ നമ്മുടെ വിശപ്പ് അങ്ങോട്ട് അടക്കിയിരുന്ന അറിയാമോ? അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാ നമ്മൾ ആഞ്ഞിലിക്കുഞ്ഞ് തറവാടെന്ന് ഇട്ടിരിക്കണേ. അയ്യോ ഭഗവാനെ, പഴമൊന്നും തിന്നാഞ്ഞ ഭാഗ്യം ഇല്ലേ. പഴം മെഴുകി തറവാടെന്ന് പറഞ്ഞേ. അമ്മമ്മ ഇത്ര ദേഷ്യപ്പെടണേ എന്തിനാ? അമ്മമ്മക്ക് നല്ല ആയുസ് ആരോഗ്യം കിട്ടാൻ വേണ്ടിട്ടല്ലേ ഞാൻ എന്ന് ക്ഷേത്രത്തിൽ പോയി പാൽപ്പായസം നേദിച്ചോണ്ടോന്ന് തരണേ. ആ പാൽപ്പായസം കുടിച്ച് ഷുഗർ ഇപ്പൊ 42 ആയിരിക്കും. എനിക്ക് തോന്നണത് ഇത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, എന്നെ അങ്ങോട്ട് മേലോട്ട് അങ്ങോട്ട് എടുക്കണം. ഞാൻ എന്ത് പറഞ്ഞാലും അമ്മമ്മക്ക് അപ്പടി പ്രശ്നം. ഞാൻ പോവാ ഇവിടുന്ന്. അങ്ങനെയൊന്നും ഈ പ്രഭാവതിയെ തോപ്പിക്കാൻ ആർക്കും അങ്ങോട്ട് കഴിയില്ല. എല്ലാം എന്റെ ദൈവത്തിന് ഞാൻ കൊടുത്തിരിക്കുന്നു. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം മാറില നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ ഗുരുവായൂരപ്പാ നിന്റെ രഹസ്യം, ഗുരുവായൂരപ്പാ നിൻ രഹസ്യം. ഒരു രഹസ്യം അങ്ങോട്ട് പറഞ്ഞോണ്ടിരിക്കല്ലേ, അതിലേക്ക് ഇങ്ങനെ തോണ്ടാൻ പാടുണ്ടോ? ഇവിടെ എന്താ സംഭവിച്ചിരിക്കണേ? ഒന്നും ഇങ്ങോട്ട് നിശ്ചയില്ല. ആരോ ഇങ്ങോട്ട് വരണു പോണു. പ്രായം കുറെ ആയതല്ലേ, ചിന്തകൾ മാറി വരും. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം മാറിലണിഞ്ഞു നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ
ആരാ പറഞ്ഞിട്ട് പോ ഇതെന്താ ഇവിടെ ഒന്നും നിൽക്കില്ല. ഞാൻ ഇങ്ങോട്ട് പ്രാർത്ഥിക്കണു, ആരോ ഇങ്ങോട്ട് വരണു, ആരോ അങ്ങോട്ട് പോണു. ഇത് എന്താണെന്ന് നിശ്ചയം കിട്ടില്ല. ദേഷ്യം വരും. അവിടെ കട വെയിലത്ത് കട പാവം അഴിച്ചു വിടാന്ന് വിചാരിച്ചപ്പോ നീ അവിടെ കിടന്ന് പുല്ല് കുത്തുന്ന അവിടെ കട വെയിൽ. ആരാ ആരാ നിങ്ങളെ കൊണ്ടുപോകാൻ വന്ന കാലനാ. കുപ്പി നിറച്ച് സ്പ്രേ ഉള്ള സമയത്ത് ആർക്കും വേണ്ടായിരുന്നു. സ്പ്രേ തീർത്ത് പാദപ്പുറത്ത് കൊണ്ട് കളഞ്ഞപ്പോ ആക്രിക്കാർ പറക്കാൻ വന്നിരിക്കണേ. ആരെന്ന് വിചാരിച്ചിട്ടായി പറയുന്നേ? 8ാം ക്ലാസ്സിൽ എന്നോട് പഠിച്ച ബാലനല്ലേ, പ്രേമിച്ച ബാലൻ. എന്റെ ഭാര്യ പിന്നെ ആരാ? നാം കാലനാണ്. നിങ്ങളെ കൊണ്ടുപോകാൻ വന്ന കാലൻ. ആര് കാലൻ. ആര്? കാലനാണ്. കുലദേവതകളെ ഓടി വായോ. എന്റെ കൊണ്ടുപോകാൻ കാലം വന്നേ. ചാക്കിട്ട് വന്നതാണ്, പിൻവലിക്കാൻ പറ്റത്തില്ല. പൈസ കാലത്ത് തന്നെ ഓടിക്കാൻ, പൈസ കാലത്ത് ഓടിക്കാൻ. അത് ഞാൻ പറയണ്ടല്ലേ? നിങ്ങൾ പറഞ്ഞില്ലല്ലോ, നിങ്ങൾ പറയാത്തണ്ടല്ലോ ഞാൻ കയറി അടിച്ചു. പോ കാല ഇവിടെ നിൽക്കാതെ പോ. ഇങ്ങോട്ട് കയറി വരുന്നേ. എനിക്ക് പറ്റത്തില്ല പോവാൻ. അങ്ങനെ പോകാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് വൈകി. എനിക്ക് ഡൗട്ട് ഉണ്ട്, ഇത് കാലനാണോ എന്ന് എനിക്കൊരു സംശയം. ഇത് കാലനൊന്നുമല്ല. സംബന്ധം എന്നറിയാമോ? പോത്തില്ല. എന്റെ വായിരിക്കുന്ന എന്റെ കയ്യിൽ നിന്നും കിട്ടും. പ്രായപൂർത്തിയായ ഒരു പെണ്ണും ഒരു അമ്മൂമ്മയൊക്കെയുള്ള വീടാ. അവൻ പറഞ്ഞു ഇവിടുന്ന് പോത്തില്ല. പോകത്തില്ലെന്നല്ല പറഞ്ഞത്. എന്റെ കൂടെ ഒരു പോത്തുണ്ടാവുമല്ലോ, ആ പോത്തില്ല. പോത്തെവിടെ പോയി? പോത്തെവിടെ പോയി? സംഭവം വേറെ ഒന്നുമല്ല, ഇപ്പൊ പഴയതുപോലെ വർക്കില്ല. ഓ വെട്ട് കുത്ത് ആക്സിഡന്റ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറവാണ്. അങ്ങനെ പോത്തിനാണെന്നുണ്ടെങ്കിൽ ഞാൻ EMI എടുത്തേ. അതിന് അടയ്ക്കാൻ ആ പൈസ അടയ്ക്കാത്തോണ്ടാണെങ്കിൽ അവൻ വന്നാണെങ്കിൽ വീട്ടിലിരിക്കും. അങ്ങനെ ഞാൻ എന്റെ പോത്തിനെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് അഭിനയിക്കാൻ വിട്ടിരിക്കുന്നു. ഓ സിനിമയില് രാജമാണിക്യത്തിന് മറ്റേ വില്ലനെ കുത്തിക്കൊന്ന എന്റെ പോത്തല്ലേ. ഓ മറ്റേ സിനിമ ഉണ്ടല്ലോ, മറ്റേ ജോസ് മല്ലീസിന്റെ മോയ് ജല്ലിക്കെട്ട്. ആ ജല്ലിക്കെട്ട് സിനിമയിൽ ത്രൂ ഔട്ട് എന്റെ പോത്താണ് അഭിനയിച്ചിരിക്കുന്നത്. ഇതിപ്പോ എങ്ങനെ ഇങ്ങോട്ട് വന്നത്? ഇന്ന് രാവിലെ ഒരു ചെറിയ വർക്ക് കിട്ടി. ഒരു സീരിയലില് കാലന്റെ പോത്താറ്റ് അഭിനയിക്കാൻ പോയിരിക്കുക. പോത്ത് പോയിരിക്കുന്നു. ആ പോത്താറ്റ്. പിന്നെ എന്ത് കാലനായിട്ട് നിങ്ങൾ പോത്തത്? കാലിനായിട്ട് ഞാൻ അഭിനയിക്കാൻ പോയാണ്, പക്ഷെ അവരെന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ഒരു ലൈഫ് ഇല്ലെന്ന് അഭിനയിക്കും. അതെനിക്ക് അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഒരു എരുമ അഡ്ജസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നത് കേട്ടോ. അതാണെങ്കിൽ ഓവർ ഡിമാൻഡ്. ഇത് പോലും ഇരിക്കുന്നുമില്ലല്ലോ. എന്തോ ഡിമാൻഡാ? അതിന് പുല്ല് പറിച്ച് മിനറൽ വാട്ടറിൽ കഴുകി ജാം തേച്ച് കൊടുത്താലേ കഴിക്കുള്ളൂ. ഓ വാ പോവാം. അയ്യോ എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന്. അതെന്ന് പറയാൻ പറ്റത്ത. ആള് മാറി നിങ്ങൾ വിളിക്കാൻ വേണ്ടി വന്നേണ്. ആള് മാറിയിട്ടൊന്നുമില്ല. ഒന്നും പറയണ്ട. നമ്മളപ്പുറത്തെ വീട്ടിലെ ദാശായണി ഇന്ന് മരിക്കും നാളെ മരിക്കുമെന്നും പറഞ്ഞ് കിടന്നു. പക്ഷെ അവരെയല്ല നിങ്ങൾ കൊണ്ടുപോയത്. തൊട്ടപ്പുറത്ത് ഇറച്ചിക്കട നടത്തുന്ന റഹീമിനെ ഒന്ന് കൊണ്ടുപോയിരിക്കുന്നു. അതിന് കാരണമുണ്ട്. ഞാൻ ഇവരെ സുഖം അടക്കണം. ഇവരെ ഡേറ്റ് ആയപ്പോ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിട്ട് വന്നപ്പോ ഈ ഇറച്ചിവെട്ടുകാരൻ റഹീമിന്റെ വീടിന്റെ സൈഡിൽ കൂടി ഒരു ഇടവഴി. ഇതിലെ അപ്പുറത്ത് പോണ ഈ അമ്മച്ചിയുടെ വീട്. അപ്പൊ പോത്തിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ റഹീമിന്റെ വീട്ടിലെ തെങ്ങിൽ കെട്ടിയിട്ട് പോയിട്ട് അവരെ എടുത്തോണ്ട് തിരിച്ചു വന്നപ്പോ എന്റെ പോത്തിനെ വെട്ടി തൂക്കിയിരിക്കുന്നു. അയ്യോ ഞാൻ ചോദിച്ചത് എങ്ങനെയാടാ ഞാൻ ഇവരെ കൊണ്ട് പോകണം എന്ന് ചോദിച്ചോ പറയണം. അവന്റെ പഴയ MIT അവിടെ ഇരിക്കും, അതെടുത്തോണ്ട് പോവാൻ. അവൻ എന്ത് ചെയ്യണം? അതുകൊണ്ട് അമ്മച്ചി ഒരു 10 ദിവസത്തേക്ക് വിട്ടിട്ട് ഞാൻ അവനെ കൊണ്ടുപോയി. അവൻ ഞാൻ പണി കൊടുത്താന്നെ ഞാൻ. കലമാനല്ല കാലമോനെ. എന്നെ ഇപ്പൊ കൊണ്ടുപോവല്ലേ മോനെ? അല്ലല്ല കൊണ്ടുപോകും. ചിലപ്പോ ഡേറ്റ് മാറിയതായിരിക്കും. എന്റെ സമയം അല്ലായിരിക്കും. അല്ല ഇത് നമ്മൾ ചാർത്തിട്ട് പറഞ്ഞാണ്. ചാർത്തിട്ട് പിന്നെ മാറ്റൂല. പിന്നെ അത് സത്യമാണ്. വന്നേ പറ്റുള്ളൂ. അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കും. നിങ്ങൾ വന്നേ പറ്റുള്ളൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടാ. എന്നെ കൊണ്ടുപോയി എണ്ണയിലൊക്കെ ഇട്ട് ഉറക്കോ എന്നെ? അതെന്താ അങ്ങനെ ചോദിച്ചാ? കൊളസ്ട്രോൾ ഉണ്ട് അതാ. ഓ എന്തോ പറയാനെന്ന് പറ. ഇവിടെ എണ്ണയ്ക്കും വില കൂടി, ഗ്യാസും ഇല്ലാതിരിക്കുന്ന സമയത്ത് എണ്ണ വല്ല കരിയിലും ചൂട്ടിട്ട് കത്തിച്ചാ. എനിക്ക് വരണേ കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. എന്താ? പിള്ളേരുടെ അച്ഛനും അവിടെ ഉണ്ടല്ലോ, കാണാൻ പറ്റുമല്ലോ. ഭർത്താവ് മരിച്ചുപോയാ? മരിച്ചുപോയി. അയ്യോ അതെന്നായിരുന്നു, ഞാനല്ലേ അന്ന് ഡ്യൂട്ടിക്ക്. അതാരും ആയിക്കോട്ടെ പോട്ടെ. പിന്നെ എങ്ങനെ മരിച്ചു പുള്ളി? മാപ്പിള ലകളയിലാ മരിച്ചത്. പുള്ളി ചരിത്ര പുരുഷനായിരുന്നല്ലേ? ചരിത്ര പുരുഷനൊന്നും അല്ലായിരുന്നു. മാപ്പിള ലകളയിലുണ്ടെന്ന് പറഞ്ഞാ അത് ചെറിയൊരു സംഭവം. നമ്മളപ്പുറത്തെ വീട്ടിലെ സുഗന്ധീര മാപ്പിളയും ജാനകീര മാപ്പിളയും അപ്പുറത്തെ പൊടിച്ചീര മാപ്പിളയും കൂടി വെള്ളമണിയുടെ കേസിൽ എന്തോ ഒരു പ്രശ്നമുണ്ടായി. ഇത് കേട്ടോണ്ട് എന്റെ മാപ്പിള അതിന്റെ ഇടയിൽ ചെന്ന് ഇടപെട്ട് അവിടെ ഇരുന്ന കമ്പി കൊണ്ട് തലക്കടി കൊണ്ട് അവിടെ തീർന്നു. അത് ആ മാപ്പിള ലകളയെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. അല്ല മാപ്പിള സമയം കളയാ വരും പോവാ. എന്നെ കൊണ്ടുപോവില്ലേ? എന്നെ കൊണ്ടുപോയാൽ ഒരാൾ ഇവിടെ ഒറ്റയ്ക്കാവും. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയായിട്ടോ. ഇത് എത്ര മൈലേജ് ഉണ്ട്? എന്തോന്ന്? ഈ അച്ഛനും ഇല്ലാത്ത കുട്ടിയാട്ടോക്ക്
കുട്ടി എന്റെ ഉണ്ണിമോൾ ഇവിടെ ഉണ്ട്, കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ. ഓ ഉണ്ണിമോള് നിങ്ങളെ ഭർത്താവ് മാത്രമേ ഉള്ളൂ, ആ കുടുംബത്തിൽ വേറെ ആരും ഇല്ലേ? നിങ്ങൾ എന്താണ് തള്ള ഇങ്ങനെ കിടന്ന് പറഞ്ഞത്? എന്റെ സമയം കളയിക്കരുത്, വളരെ സമയം കുറവാണ്. നിങ്ങൾ വാ. വേറെ ചോദിക്കാൻ വേണ്ടി ഭർത്താവിന്റെ അനിയൻ ഉണ്ടായിരുന്നു. ഭർത്താവ് മരിച്ചതിന്റെ 2 ദിവസം കഴിഞ്ഞ് എന്റെ അനിയനും അങ്ങോട്ട് മരിച്ചിരിക്കണു. അയ്യോ, സഹോദര സ്നേഹം, അത്രയ്ക്ക് സ്നേഹമായിരുന്നു സഹോദരന്റെ അടുത്ത്. അല്ല പിന്നെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് തല്ലിക്കൊന്നതാ. ആത്മാർത്ഥ സുഹൃത്തുക്കളൊക്കെ എങ്ങനെയാണ് തല്ലിക്കൊല്ലുന്നത്? അത് പിന്നെ ആത്മാർത്ഥ സുഹൃത്തിന്റെ പെടയും വിളിച്ച് വീഗാലഞ്ച് ടൂറിന് പോയ പിന്നെ അവൻ സുഹൃത്തുക്കള് അവൻ പഞ്ചപാവായിരുന്നു. അത്ര പാവൊന്നുമല്ല, കണ്ടോ എന്റെ ഭാര്യ വിളിച്ചോണ്ട് പോണോ? അല്ലെന്ന് പഞ്ചപാവ പാകണ്ട അവിടെ കിടന്ന് ഉറങ്ങും. സത്യമായിട്ടും അവന്റെ 7 മക്കളാണ് സത്യം. ചെറിയൊരു ലോജിക്ക് പ്രശ്നമുണ്ടല്ലോ മച്ചി. അവൻ പഞ്ചപാവെന്നുള്ളത് ലോജിക്കലി ഓക്കെ, പാകണ്ട കിടന്നുറങ്ങുമെന്ന് പറഞ്ഞത് ലോജിക്കലി ഓക്കെ. പക്ഷെ 7 മക്കള്, അതെ അവൻ മാത്രമേ ഉറങ്ങത്തുള്ളൂ, അവൾ ഉറങ്ങത്തില്ലായിരുന്നു. അതെ നമ്മൾ പറഞ്ഞോണ്ടിരിക്കാൻ സമയമല്ല ബാബു. അതെ എനിക്കിപ്പോ വരാൻ പറ്റത്തില്ല. എനിക്ക് എന്റെ മോക്കൊക്കെ ഒരുപാട് കാര്യങ്ങളൂടെ ചെയ്ത് തീർക്കാനില്ലേ. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് തീർക്കാം. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ സമയം അടുത്ത് വരുമ്പോ കാണാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കാണും. ആണോ? വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കും, കാണും. കണ്ടോ, നിങ്ങൾക്ക് ഇപ്പൊ എന്നെ ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല. എനിക്ക് ചെറിയൊരു വിശ്വാസക്കുറവുണ്ട്, എനിക്കറിയാം. ഇത് നിങ്ങൾ സമയം എടുത്ത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാനോ വാങ്ങിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കുകയോ വാങ്ങിക്കുകയൊക്കെ ചെയ്യൂ. ഒരു 5 മിനിറ്റ് സമയം തരാം, പെട്ടെന്ന് പോകണം. അപ്പൊ ഇവിടുന്ന് കൊണ്ടുപോകും. ദൈവമേ, പണിയായ തന്നോട് എന്തെങ്കിലും ഒരു വേഷം കെട്ടി വന്നിട്ട് അമ്മമ്മേനെ പേടിപ്പിച്ച് സ്വത്തങ്ങനെ അടിച്ചു മാറ്റിട്ട് ഒളിച്ചോടാന്നല്ലോട് ഞാൻ പറഞ്ഞ. ഇതിപ്പോ തന്നെ കണ്ട് പേടിച്ച് അമ്മമ്മ തട്ടിപ്പോയോട്. ചേരാത്ത വേഷം കെട്ടി 7 വർഷം കൊണ്ട് നീ ഞാൻ ഇങ്ങോട്ട് സ്നേഹത്തിലാണോ? നിന്നെ ഞാൻ ഇറങ്ങി വരാൻ പറഞ്ഞോ? നീ എന്താ പറഞ്ഞ? ഇവരേൽ പൂത്ത പാച്ചുണ്ടെന്ന് പറഞ്ഞ വേഷം കിട്ടാനല്ലേ പറഞ്ഞ? തള്ളേനെ തട്ടാ ഞാൻ പറഞ്ഞില്ലല്ലോ. മക്കളെ അപ്പേ കൊണ്ടുപോകാൻ വേണ്ടി കാലം വന്നടി. കാലം എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുന്നു. വെറുതെ മനുഷ്യനെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ, ഇവിടെ ഒന്നും ആരുമില്ല. താൻ നിൽക്കുന്ന കാലായി മക്കളെ, താൻ നിൽക്കുന്ന കാലായി. അന്റെ കൊച്ചനെ കുത്തടി വേളെ, ഇവിടെ ഒന്നും ആരുമില്ല മമ്മേ. താൻ നിൽക്കുന്ന കാലായി. എനിക്കൊന്നും കാണാൻ വയ്യ. താൻ നിൽക്കുന്ന കാലായി. അതെ ഞാൻ ആരെ കൊണ്ടുപോകാൻ വന്നോ ഇതൊരു ശല്യമായിരുന്നു. വരണ്ടായിരുന്നു ഇതിനെ. പിന്നെ ഞാൻ ആരെ കൊണ്ടുപോകാൻ വന്നോ അവർക്ക് മാത്രമേ എന്നെ കാണാൻ പറ്റുള്ളൂ. അത് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി പണ്ട് വിളിച്ചോടാൻ വേണ്ടി എന്റെ ഭർത്താവ് വന്നപ്പോ കൂടെ വന്നവരെ ഞാൻ കണ്ടാണില്ല. കൂടെ പാർപ്പിക്കാൻ വേണ്ടിട്ട് വിളിച്ചോണ്ട് പോകാൻ വന്നതല്ല ഞാൻ. ഒന്ന് കൊണ്ടുപോകാൻ വന്ന കാലനാണ് ഞാൻ. എന്നെ വേറെ ആർക്കും കാണാൻ പറ്റത്തില്ല. അമ്മമ്മ എന്താ ഒറ്റക്ക് നിന്ന് തനിയെ ഇങ്ങനെ പിച്ചുമ്പേയും പറയണേ? ഇവിടെ കാലനുണ്ടടി കൊച്ചേ, എനിക്ക് കാണാൻ വയ്യ. ഞാനിപ്പോ എന്തോ ചെയ്യണ്ടേ? നിങ്ങൾ എന്തെങ്കിലും കൊടുക്കാനോ വാങ്ങിക്കാനോ ഉണ്ടെങ്കിൽ കൊടുത്താൽ പോ. എന്റെ പോത്തവിടെ വെയിലുള്ളൂ. അപ്പൊ എന്നെ ഇവിടുന്ന് ഈ നിമിഷം ഇവിടെ തന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞില്ലേ? ഉണ്ണിയാൾക്ക് കൊടുക്കാനുള്ളല്ലോ കൊടുത്തിട്ടേ മുത്തശ്ശി ഇവിടുന്ന് പോകത്തുള്ളൂ. ഇത്ര സ്നേഹം ഉണ്ടായിരുന്നു അമ്മമ്മക്ക്. പാവം. എന്താണ്ട് തള്ളെടുക്കാൻ പോയിട്ട് ഇപ്പൊ തന്നെ പോകാവാ. വലിയ കാര്യം പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ കാരണമാണ് എല്ലാം ഒപ്പിച്ചു വെച്ചിട്ടുള്ളത്. ഇപ്പൊ നിന്റെ കാര്യങ്ങൾ, ഇപ്പൊ പൈസയും കാര്യങ്ങളും സ്വത്തൊക്കെ കിട്ടും. എല്ലാം സെറ്റായി. അപ്പൊ എനിക്ക് എത്ര നിനക്കെത്ര? എന്താണ് ശിവചേട്ടാ നമ്മൾ തമ്മിൽ അങ്ങനെയൊക്കെ ഉണ്ട്? നമ്മളൊന്നിച്ച് ജീവിക്കാൻ പോണവരല്ലേ? സ്വന്തം അമ്മച്ചിയെ കൊല്ലാൻ പ്ലാൻ ചെയ്തോളാം. അപ്പൊ എന്റെ കാര്യം ഒന്ന് ആലോചിച്ചു പറഞ്ഞിട്ട് പോയാ മതി. എനിക്ക് എത്ര നിനക്കെത്ര? ശിവചേട്ടൻ പറഞ്ഞു. ശിവചേട്ടൻ വേണ്ട, ശിവചേട്ടൻ എടുക്കുക. എനിക്ക് വേണ്ട, ഞാൻ എടുത്തോളാം. ഒരു കാര്യം ചെയ്. പട്ടുമ്പളയും ഉണ്ടെന്നല്ലേ പറഞ്ഞു? പട്ടുമ്പള രാജാവ് കൊടുത്തതാ. അത് ഞാൻ എടുത്തോളാം. പൈസ നീ എടുത്തോ. അത് രാജാവ് കൊടുത്ത പട്ടുമ്പളയല്ലേ? സ്വർണവും രത്നവും മാണിക്യവും കോടികൾ വില വരും. അപ്പൊ പട്ടുമ്പളയും വളയൊക്കെ എനിക്ക് ഇട്ട് കിടക്കാം. പട്ടാവുമ്പോ എനിക്ക് എന്തെങ്കിലും ചുറ്റിക്കെട്ടി കിടക്കാം. എല്ലാവരോടും പറയല്ലേ രാജാവ് വന്നത്. ശിവചേട്ടൻ കാശ് എടുത്തോ. എനിക്ക് ഏതായിരുന്നാലും കുഴപ്പമില്ല. നമുക്ക് ചുമ്മാ കിട്ടിയാ പോരെ. വർഷങ്ങളായിട്ട് ജീവിച്ച തറവാട് വിട്ട് ഇറങ്ങുക ഞാൻ. ഇനി അടുത്ത ജന്മത്തിൽ കാണാം. പത്മാവതി അമ്മ പോവാ. തരാനുള്ളതെല്ലാം അങ്ങോട്ട് ഏൽപ്പിച്ചേച്ചേ. പത്മാവതി അമ്മ വേറെ ആരോട് യാത്ര പറയാനില്ലല്ലോ. അപ്പൊ പിന്നെ നമുക്കങ്ങ് പോവാം. ഒന്നാമത് ഗ്യാസിന് വിലയാണ്. ഇതാണ് നിങ്ങൾക്ക് രാജാവ് തന്ന പട്ടുമ്പളെ. ഇത് പണ്ട് നമ്മൾ അപ്പൂപ്പന് രാജാവ് കൊടുത്തിരുന്ന ഏതോ ഒരു തുണിയുടെ പകുതി പാട്ട്. ഇതവിടെ ജോലിക്ക് നിന്ന ഏതാ കൊച്ചിന്റെ ആവാള. അതാണ് ഞാൻ പറഞ്ഞ പട്ടുമ്പളയെന്ന്. തേഞ്ഞടി തേഞ്ഞ് ഇത് കണ്ട
അയ്യോ ഇത് കണ്ട നിരോധിച്ച 2000-ന്റെ നോട്ടാണ് ഈ കയ്യിൽ വന്നിട്ടുള്ളത്. ഇത്രയും കാലം ഇതിന് വേണ്ടിയിട്ടാണല്ലോ നീ കാത്തിരുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യും? നമ്മളെ രണ്ടുപേരും പറ്റിക്കായിരുന്നല്ലേ? നമ്മുടെ രണ്ടുപേര് ഏത് കാലനാടാ പള്ളിയിലെ ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കണത്? ഏത് കാലനാടാ ബ്ലൂടൂത്തിന്റെ വാച്ചും കിട്ടിക്കൊണ്ട് നടക്കണത്? ഞാൻ അവിടെ കിടന്ന് എല്ലാം കേട്ടോണ്ട് കിടക്കായിരുന്നു. നീയൊക്കെ അത് ഏത് വരെ കൊണ്ടുവന്നു വേണ്ടി ഞാൻ കണ്ടോണ്ടിരുന്നതാണ്. നീ കച്ചഞ്ഞ ഒന്നാണ്. എന്താ മമ്മി? ഇങ്ങനെയൊന്നും മുത്തശ്ശിമാരെ കൂടുതൽ അങ്ങോട്ട് സ്നേഹിക്കല്ലേ. നിങ്ങളെ പോലുള്ളവന്മാർ ഇങ്ങനെ സ്നേഹിച്ചാണ് ഈ നാട്ടിലെ അനാഥാലയങ്ങളും വൃദ്ധസദനങ്ങളും പെരുകണത്. അതാദ്യം മനസ്സിലാക്കണം കേട്ടാ. എനിക്ക് അമ്മമ്മേനോട് ഭയങ്കര സ്നേഹ. അമ്മാമ്മ തരാനുള്ളത് നിങ്ങൾക്ക് സമയത്ത് അങ്ങ് തരും. അമ്മാമ്മയ്ക്ക് തരാനുള്ളത് ദൈവവും അങ്ങോട്ട് തരും. കാലം പോവാൻ വരട്ടെ. പോകുമ്പോ എരുമയെ കൂടെ അടിച്ചോണ്ട് അങ്ങ് പോണേ. അതെന്തിനാ അമ്മച്ചി? അല്ലെങ്കിൽ എരുമ അവിടെ കിടന്ന് തൂ മെഴുകും. സ്കിറ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നേരെ ഇനി കമന്റ്സിലേക്ക് അങ്ങ് പോയേക്കാം. സ്റ്റാർട്ടിംഗ് വിത്ത് പ്രചോദേട്ടൻ. പത്മാവതി അമ്മ ടീം പൊളിച്ചടിക്കും കേട്ടോ. അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു. ശംഭുവിൻ്റെ ഒരു വരവിൽ തന്നെ നമ്മൾ ചിരിച്ചു. പിന്നെ ശംഭു ആദ്യം തന്നെ പറഞ്ഞു ഇല്ലത്ത് ജനിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടക്കാത്തതുകൊണ്ടാണ് ഇല്ലത്തിൻ്റെ കോസ്റ്റ്യൂം ഇട്ട് നടക്കുന്നത്. അസാധ്യമായിരുന്നു. ശംഭു പറന്ന് നിൽക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമുള്ള മൂഡ്. പിന്നെ ആദ്യം തന്നെ ദീപ്തിയായിട്ടുള്ള കോമ്പിനേഷനിൽ വന്നു, അടിയൊക്കെ കൊടുത്ത് ദീപ്തിയോടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പെങ്കുച്ചിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഇറങ്ങി പോകേണ്ടവളാണ്. ആ മാറ്റെല്ലാം പറഞ്ഞതിന് ശേഷമാണ് നമ്മുടെ സജി വരുന്നത്. സജി സൂപ്പറായിരുന്നു കേട്ടോ. ഞാനത് ഒന്ന് എടുത്തു പറയുന്നത്, ഈ നമ്മൾ കോസ്റ്റ്യൂമൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വിട്ടുപോകാം. അത് ക്ലൈമാക്സിലപ്പോൾ ഞാൻ ഓർത്ത് ഈ ഇത്രയും നല്ല മാച്ച് ചെയ്യുന്ന ചെരുപ്പ് കറക്റ്റായിട്ട് നമ്മളത് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് സാധാരണ നമ്മൾ കാലിനായിട്ട് വരികയാണെങ്കിൽ ചെരുപ്പ് ഇല്ലാതെയാണല്ലോ വരുന്നത്. പക്ഷേ നമ്മൾ ഒരിക്കലും വിശ്വസിക്കാത്ത ഒരു ട്വിസ്റ്റാണ് അത് വന്നത് കേട്ടോ. നമ്മൾ ശരിക്കും ഒരു കാലിനാണ് വരുന്നത്, പത്മാവതി അമ്മയെ കൊണ്ടുപോകാൻ വന്നതാണ് എന്നൊക്കെ വിശ്വസിച്ചിരിക്കുമ്പോഴാണ് ഒന്നുമില്ലാത്തൊരു ട്വിസ്റ്റിലേക്ക് ആ സാധനം പോകുന്നത്. ആ ട്വിസ്റ്റിനും ക്ലൈമാക്സിനും ഒരു ഉഗ്രം ഗൈഡ് ചെയ്യുന്നത്. സാധാരണ മറ്റേ ഇങ്ങനെ വളഞ്ഞിരിക്കണ ഷൂ ആടണല്ലേ? രണ്ട് വളഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പം ഇല്ലായിരിക്കാം, അതില്ലെങ്കിൽ ഇടത്തില്ല. പക്ഷേ ഈ ഞാൻ തുടക്കം വന്ന് നോക്കി, ഇത് ചെരുപ്പ് ഇതിട്ടു. പിന്നെ വാച്ചിൻ്റെ കാര്യമൊക്കെ ശംഭു പറഞ്ഞപ്പോഴാണ് നമുക്ക് വാച്ചിലേക്ക് കടന്നത്. എങ്ങനെയൊക്കെ ചിരിപ്പിക്കാവോ അതെല്ലാം നിങ്ങൾ നല്ല വൃത്തിയായിട്ട് ചെയ്തു. ഉഗ്രം പെർഫോമൻസ്, ഉഗ്രം ക്ലൈമാക്സ്. അടിപൊളി. താങ്ക് യു ചേട്ടാ. നസീറിക്ക നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ഇത് നമ്മൾ ആദ്യം പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളത്. നമുക്കറിയാൻ പാടില്ലാത്ത കാര്യമാണല്ലോ അത്. ക്ലൈമാക്സ് എന്താണ്, ഇതിനകത്ത് ട്വിസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കല്ലേ അറിയുള്ളൂ, നമുക്കറിയില്ല. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കും അതെന്താ ഇങ്ങനെയൊക്കെ, ആ തൊപ്പിയൊക്കെ കറക്റ്റായിട്ട് നോക്കി വെച്ചിട്ട് വേണ്ട വരാനായിട്ട്, ഇതൊക്കെ നമ്മൾ മനസ്സിൽ ചിന്തിച്ചാൽ. പക്ഷേ ഇങ്ങനെ ഒരു ടേണിങ് ഉള്ളപ്പോൾ അതെല്ലാം ഓക്കെ, അതിൻ്റെ അകത്ത് സിങ്കാണ് ആ സംഭവങ്ങളൊക്കെ. അതൊക്കെ നിങ്ങൾ മനോഹരമായിട്ട് ഡീൽ ചെയ്ത് കൊണ്ടുപോകും. പിന്നെ ഈ കാലനും അമ്മയുമായിട്ടുള്ള ആ കൊണ്ടുപോകാനായിട്ടുള്ള 2-3 പ്രാവശ്യത്തെ ആ ഞെട്ടി വീഴല്, അവിടെയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചത് റിയൽ കാലൻ തന്നെയാണ്, കൊണ്ടുപോകാനുള്ള ആളാണ് എന്നാണ്. മോള് വരുമ്പോൾ ഒരു വേറെ സെൻറ്റിമെൻറ്റ്സ് ഒരു റൂട്ടിലേക്കൊക്കെ പോകുമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രണയം ഉണ്ടെന്നും അതിന് വേണ്ടിയിട്ട് വേഷം കെട്ടിക്കൊണ്ടുവന്നാണ്. പക്ഷേ മോളുടെ മനസ്സിൽ ഇത്രയും വലിയൊരു ചതി ഒളിച്ചിരിപ്പുണ്ടെന്നും ഒക്കെ അന്നേരമാണ് അറിയുന്നത്. നല്ലൊരു മോളാണ്. അങ്ങനെയുള്ള മോളുടെയൊക്കെ മനസ്സറിയാൻ പറ്റിയത് നിങ്ങളുടെ ആ ട്വിസ്റ്റിലാണ് കേട്ടോ. നല്ല സ്ക്രിപ്റ്റ് വർക്ക്, അത്യാവശ്യം നല്ലപോലെ ചിരിക്കാനുള്ള കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. നുറുങ്ങുകളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ നിറച്ചിട്ടുണ്ട്. സജി ഒരു ഡീൽ ഉറപ്പിച്ചായിരുന്നു, നീ എത്ര എനിക്ക് തരും കാര്യം. അതെ, മുത്തശ്ശിക്കിട്ട് ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് സംഭവിക്കാവുന്ന കാര്യമാണ്, റിയലാണത്. അത് കറക്റ്റ് ആ ധാരണയിൽ പോകുന്നത് ഓക്കെ ആയിരിക്കും. എന്തായാലും വളരെ മനോഹരമായിട്ട് നിങ്ങൾ 3 പേരും ചെയ്തു. അടിപൊളി, ഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു ഇക്ക. ബിജുകുട്ടൻ ചേട്ടാ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടാ. നല്ല സ്കിറ്റായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപാട് ട്വിസ്റ്റുകൾ ഉണ്ടായിരുന്ന സ്കിറ്റാണത്. സാധാരണ കുറേ തമാശകൾ പറഞ്ഞ ഒരു ക്ലൈമാക്സിൽ നമ്മൾ കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് ട്വിസ്റ്റുകൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. നമ്മളറിയാതെ തന്നെ അത് നമ്മളെ തന്നെ ആകാംക്ഷപ്പെടുത്തുന്ന കുറേ സാധനങ്ങൾ. എനിക്ക് തോന്നി ആദ്യം ശംഭുവിനെ കണ്ടപ്പോൾ ശംഭുവിൻ്റെ ഒരു തുടർച്ച, ഒരു ആവർത്തന വിരസത തോന്നുമെന്ന് കരുതി. പക്ഷെ ഒരിക്കലും ഇല്ല കേട്ടോ. അത് ഗംഭീരമായിരുന്നു. അവരില്ലത്ത് താമസിക്കണമെന്ന ആഗ്രഹം കൊണ്ട് അങ്ങനെ മേക്കപ്പ് കിട്ടി നടക്കുന്ന ഒരു സ്ത്രീ, അത് തന്നെ ഒരു വെറൈറ്റി ആയിരുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ വന്ന കുറേ സാധനങ്ങൾ ഭയങ്കര കാര്യമായിട്ട് ഞങ്ങളെല്ലാവരെയും വണ്ടറടിപ്പിച്ച് കളഞ്ഞിട്ടാ. ഭയങ്കര രസമായിരുന്നു. 3 പേരും നല്ല കട്ടക്ക് നിന്ന് കളിക്കുകയും ചെയ്തിട്ടാ. നന്നായിട്ട് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കരമായ രസമായിട്ട് നമ്മൾ സിനിമ എഴുതുന്ന പോലെ തന്നെ നല്ല ഗ്രാൻഡായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്ത് ആ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലും അതുപോലെ നിങ്ങളുടെ അവതരണം ഗംഭീരമായിരുന്നു. ഈ പറഞ്ഞിട്ടെല്ലാം കൗണ്ടറുകളൊക്കെ എടുത്ത് പറഞ്ഞ്. എനിക്ക് ദീപ്തിനോടൊരു കാര്യം പറയാനുണ്ട്. ദീപ്തിയുടെ ആ സ്ലാഗ് ഉഗ്രനായിരുന്നു കേട്ടോ. ആ ഒരു ഇല്ലത്ത് താമസിക്കുന്ന കുട്ടിയുടെ അത് ഞാൻ കരുതി അവിടെയും കൊച്ചി ഭാഷ പറയുമെന്ന് കരുതി. പക്ഷേ എങ്ങനെ പറഞ്ഞാലും അങ്ങനെ വരുള്ളൂ. ഇവര്
പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. പക്ഷെ അത് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു. സജിനെ കാണുമ്പോൾ ഉള്ള ആ ഒരു സംഭവം പഴയ സാധനമായി. നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞു കറക്റ്റ്. അമ്മൂമ്മനെ കാണുമ്പോൾ വീണ്ടും അങ്ങോട്ട് പോകുന്നു. അതൊക്കെ ഭയങ്കര രസം ഉണ്ടായിരുന്നു. മറ്റേ സംഭവം തന്നെ പറഞ്ഞോണ്ടിരുന്നത്. ഇന്ന് ഇവളെ ഹസ്ബൻഡ് പ്രതീക്ഷ കൂടെ വരുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു നീ അത് മാറ്റി ചെയ്തില്ലെങ്കിൽ അവനെ ഇടിക്കുമെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കരമായിട്ട് നമ്മൾ ഇവിടെ നിന്ന് വാച്ച് ചെയ്ത സംഭവമാണ് അത്. 3 പേരും ഗംഭീരായിരുന്നു, അടിപൊളി. താങ്ക് യു. അപ്പൊ കാര്യക്കാരൊക്കെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു. പത്മാവതി അമ്മ കൊടുത്തതുകൊണ്ട് വലിയ നേട്ടമൊന്നും ഉണ്ടായില്ല. ഇവിടെ നിന്ന് നേട്ടം ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം. സ്റ്റാർട്ടിംഗ് വിത്ത് ബിജുക്കുട്ടൻ ചേട്ടൻ. ഞാനൊരു 16,000 രൂപ കൊടുക്കാം. 16,000 രൂപ. ഇക്ക ഞാനൊരു 15,000 രൂപ. 15,000. അപ്പൊ 31,000 രൂപ ആയിട്ടുണ്ട്. ഇനി എത്രയാണ് എന്ന് പ്രചോദനാണ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ചേട്ടാ ഓക്കെ, പിടിച്ചു. 68,000 രൂപയാണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. അപ്പൊ ഹാപ്പി ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ വേദിയിൽ ഇനി അടുത്തതായി വീണ്ടും ഒരു സ്കിറ്റിനുള്ള സമയമാണ്. നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ചിത്തൻ ചേട്ടൻ, ബിനുരാജ് ചേട്ടൻ ആൻഡ് വിനോദ് തൈക്കാട്ടുശ്ശേരി. മരുകും താലോലം കിളികൾ പതിവായേവം ഒന്നായി പാടും കനിയൂടയോരേ കനിയൂടയോരേ. ഒരു മിനിറ്റ്, ഒരു കോള് തന്നെ. ഹലോ സാറേ. എന്റെ പൊന്ന് സാറേ, ഇന്നല്ലേ ഓപ്പറേഷൻ പറഞ്ഞിരിക്കണത്. ആ രോഗിനെ ഞാൻ റൂമിൽ കൊണ്ടുവരുത്തിയിരിക്കുകയാണ്. സാറെന്താ ഇറങ്ങാത്തത്? കല്യാണോ? ഈ കല്യാണത്തിനൊക്കെ പോകാനായിട്ടാണ് ഇന്ന് ഓപ്പറേഷൻ പറഞ്ഞിരിക്കണല്ലേ സാറേ? ശരി ശരി. എന്നാ പറ്റി? അല്ല, ഇന്നൊരു ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ ഇവിടെ ഒരു മുഴ ഞാൻ കൊണ്ട് റൂമിൽ ഇരുത്തിയിരിക്കുകയാണ്. ഇപ്പൊ സാറ് വന്നില്ല, പുള്ളി കല്യാണത്തിന് പോകണമെന്ന്. അപ്പൊ ആരും ഓപ്പറേഷൻ ചെയ്യും? ഞാൻ ചെയ്യും. ഓപ്പറേഷൻ ചെയ്യാൻ അറിയാവോ? ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണത്. എവിടെ പോണ? എനിക്ക് ഓപ്പറേഷൻ ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ചെയ്യണോ? അയ്യോ വേണ്ട വേണ്ട വേണ്ട. എന്താണ് ചേട്ടാ, നിങ്ങളെ പോലെ ഈ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ തുടങ്ങിയ ഞങ്ങളൊക്കെ പോലെ ചെറുപ്പക്കാർക്ക് ഈ പണിയൊക്കെ ഒന്ന് പഠിക്കണ്ടേ? പിന്നെ അല്ലാണ്ട് നിങ്ങൾ ഈ ഉഴപ്പാണ്. അതുകൊട്ടെ, ഇതെന്ത് പറ്റി? ഇതെന്ത് പറ്റിയ? ഒന്നും പറയണ്ടെന്ന്. ഒരു ദിവസം വീട്ടിൽ നിന്ന് പണിക്കാരായിട്ട് പുറത്തോട്ട് ഇറങ്ങി. പണിക്കാരൊക്കെ പോയിട്ട് പുറത്തേക്ക് പോയാ? എന്താണ് പറയണത്? ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് പണിക്കെന്നും പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോ വീടിന്റെ വാതിക്കൽ ഒരു കൊച്ചി. നിങ്ങളുടെ വീടിന്റെ വാതിക്കലാണോ കൊച്ചി? ഇതാണ് ഞാൻ പറഞ്ഞ, ഞാനൊന്നും പറയത്തില്ലെന്ന്. അതല്ലെന്ന് കാര്യം പറ. ഇത് ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ വീടിന്റെ വാതിക്കൽ ഒരു കൊച്ചി. ഓ, ഒരു കൊച്ചി. ആ കൊച്ചിന്റെ ഓപ്പോസിറ്റ്. ഏതാ കൊച്ചിന്റെ ബ്ലഡാ? എന്ത് ഓപ്പോസിറ്റ്? അതാണ് പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്? ആ കൊച്ചിന്റെ ഈ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോ ഓപ്പോസിറ്റ്, എതിരി. എതിരെ ഒരു പോത്ത് ചീറി പാഞ്ഞു വരിക. അതെ, പോത്തായിരുന്ന വന്ദേ ഭാരത് ട്രെയിനാണ്. അമ്മമ്മടെ തേങ്ങ പോടാ. അങ്ങനെ തമ്മിപ്പ് കഴിഞ്ഞു. കൊറേ അമ്മമ്മ തേങ്ങ ഇല്ല. ഞാൻ പറയുന്ന മനസ്സിലാക്കുന്നത് എന്ത്? ഇത് ഈ കൊച്ചിനെ രക്ഷിക്കണ്ടേ? ഈ പോത്ത് ചീറിപ്പാഞ്ഞു വന്നപ്പം നിങ്ങൾ ഓടിക്കാണും. എനിക്കറിയാല്ല. അത് പിന്നെ എന്താണ് കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടി? ഈ വരുന്ന പോത്തെന്ന് പറഞ്ഞാലേ ഒരു 1.5 പോത്താ. 1.5 പോത്തെന്ന് പറയുമ്പോ തലയില്ലേ? ഞാൻ വല്ല പറഞ്ഞ കൂടി. പിന്നെ എന്താണ് കറക്റ്റായിട്ട് പറ. ഈ പോത്തെന്ന് പറയുമ്പോ ഈ വലിയ പോത്ത്, ഈ ആനയുടെ അത്ര ഉള്ളൊരു വലിയ പോത്ത്. അങ്ങനെ പറ. ഇതിന്റെ നേരെ ചീറിപ്പാഞ്ഞു വന്നപ്പോ ഈ കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാന്നറിയാം? ഞാൻ ഈ പോത്തിന്റെയും കൊച്ചിന്റെ നടുക്കോട്ട് എടുത്ത് ഒരൊറ്റ ചാട്ടം ചാടിയിട്ട് ഈ കൈ കൊണ്ട് പോത്തിന്റെ കൊമ്പെ പിടിച്ച് പോത്തിനുമായിട്ടൊരു കറക്കം. എവിടെയായിരുന്നു? ഊട്ടിയിലാണ്, കൊടൈക്കനാലിലാണ്? പോത്തുമായിട്ട് കറങ്ങാൻ പോയെന്ന്. ഞാൻ അതാണ് പറഞ്ഞത്. പിന്നെ അല്ലാണ്ട് പിന്നെ കറങ്ങാൻ പോയെന്ന് പറഞ്ഞിട്ട് പോത്തിന്റെ കൊമ്പെ പിടിച്ചിട്ട് പോത്തിനെ വായിലിട്ട് ചുരട്ടി 3 ചുരട്ടി മലത്തി ഒരൊറ്റ അടി. ഓ, അങ്ങനെ കൊച്ചിനെ രക്ഷപ്പെടുത്തി. കൊച്ചു അങ്ങനെ പറ്റിപ്പോയതാണ്. ഈ ബൽബൽ ദേവൻ നിങ്ങളുടെ ആരെങ്കിലും ആണോ? അല്ല, പുള്ളിയാണ് ഈ സംഭവം ഇങ്ങനെ മലത്തി അടിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. മിസ്റ്റർ, ഈ പൽപാൽ ദേവന് മാത്രം പോത്തിനെ മലത്തി അടിച്ചാൽ മതിയോ? പിന്നെ ഈ കുഴിയിൽ വാസുവിനും ഒരു പോത്തിനെയൊക്കെ മലത്തി അടിക്കാം. കുഴിയിൽ വാസു ഇവിടെ ഇരിക്കും. ഒരു കോൾ വിളിച്ചോട്ടാ. ഹലോ മുത്ത, എവിടെയാണ്? ഇന്ന് സാറ് വന്നിട്ടില്ല. സാറ് വന്നിട്ടില്ല. ഇന്ന് സാറ് വന്നിട്ടില്ല. ഓപ്പറേഷനുള്ള ഒരു രോഗിനെ ഞാൻ അവിടെ കൊണ്ട് നിർത്തിയിരിക്കേ. നീ നേരത്തെ ഇറങ്ങ്. ഇന്നലെ തന്നില്ല കേട്ടോ. ഞാൻ ഒരെണ്ണം തരാം. കാര്യായിരിക്കും അല്ലേ?
ഭാര്യയാണോ? അല്ലാതെ എന്റെ ഭാര്യയല്ല. പിന്നെ സുഹൃത്തെ ഒരുപാടുണ്ട് എനിക്ക്. അപ്പൊ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലേ? ഞങ്ങൾ LKG തൊട്ട് പഠിച്ചതാണ്. അവളിപ്പോ ഇവിടെ ഒരു തുണിക്കടയിലെ മാനേജരാണ്. ഇവിടുത്തെ തുണിക്കടയിലെ മാനേജരാണെന്ന്. ഞങ്ങൾ അങ്ങോട്ട് വിളിക്കും അഡ്ജസ്റ്റ്മെന്റ്. ഒരു ജീവിതം എന്റർടൈൻസ്. അപ്പൊ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല? എന്തിനാണ് ചേട്ടാ കല്യാണം കഴിക്കണത്? അതൊക്കെ വെറുതെ വേസ്റ്റ് അല്ലേ? ഇഷ്ടം പോലെ പേരുണ്ട് എനിക്ക് ഇതുപോലെ തന്നെ ടീമുകള്. അപ്പൊ വല്ലവന്റെ വീട്ടിലെ പുല്ല് കൊണ്ട് പശുവിനെ വളർത്തുന്നു. ആദ്യം പോട്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഈ കാളയെടുത്താണല്ലോ ഇതെല്ലാം പറഞ്ഞു കേൾപ്പിക്കുന്നത്. മര്യാദ അത് പോട്ടെ. നിങ്ങളുടെ ജോലി എന്താണ്? ജോലി ഹാർഡ് വർക്ക്. ചേട്ടാ എല്ലാ ജോലിക്കും അതിൻ്റെതായ ഹാർഡ് വർക്ക് ഉണ്ട്. ഇപ്പൊ എന്റെ ജോലിക്ക് അതിൻ്റെതായ ഹാർഡ് വർക്ക് ഇല്ലേ? അതുപോലെ അവര് വീകണ്ട, അവർക്ക് അവരുടേതായ ഹാർഡ് വർക്ക് ഉണ്ട്. അവര് വെറുതെ ഇരിക്കല്ലേ? അല്ല, ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുള്ളൂ. അങ്ങനെ അതുപോലെ ചേട്ടന്റെ ജീവിതത്തിൽ ഹാർഡ് വർക്ക് ഉണ്ട്. അപ്പൊ അതെന്താന്ന് പറ. ഞാൻ അതാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് ആടിന്റെ വർക്ക്. പരസ്യം പരസ്യം പരസ്യം. അയ്യോ, പരസ്യത്തിന്റെ ആണല്ലേ? അതെ. അപ്പൊ ഇഷ്ടം പോലെ കാശായിരിക്കുമല്ലോ. കാശുണ്ടാവും. എന്നിട്ടാണ് ഈ സ്റ്റീലിന്റെ കമ്പിയൊക്കെ എടുത്ത് ഇതിനകത്ത് കയറ്റിക്കണത്. ഓല സ്വർണത്തിന്റെ മേടിച്ചിടാൻ പാടില്ല ചേട്ടാ. അടുത്ത മലത്തി അടിക്കാക്കട്ടെ, അപ്പൊ സ്വർണ്ണം ഇടാം നമുക്ക്. അപ്പൊ സ്ഥിരമാണ്. ഞാൻ ഇടപെടും. എന്ത് കണ്ടാലും പ്രശ്നം കണ്ടാലും ഇടപെടും. ഒരു മെസ്സേജ് ആരുടെ വീട്ടിലെ കുളവാക്കാനോ? അതെ, ഇപ്പൊ വിളിക്കണ്ട കേട്ടാ. ഓക്കെ. ആ ഇല്ല നീ ഒന്ന് നേരത്തെ ഇറങ്ങുന്ന. നൈറ്റ് ഞാനിവിടെ ഞാൻ നൈറ്റ് ഉണ്ട്. പേടിക്കണ്ട, ഞാൻ ഓക്കെ. ആരാണത്? എവിടെയാണ് ഈ പോണത്? എനിക്കറിയാൻ പലാണ്ട്. ആരാണത്? നേഴ്സാണ്. ഇവിടുത്തെ അല്ലാണ്ട് വേറെ വല്ലയിടത്തെയാണ്. അതെന്നെ വിളച്ചാ? ഞാൻ പറഞ്ഞില്ല ചേട്ടാ, ഇതൊക്കെ ഒരു സുഖം, ഒരു നയന സുഖം. അത്രേ ഉള്ളു എനിക്ക്. അത്രേ ഉള്ളു. അതെ, ഞാൻ അകത്ത് പോയിട്ട് ഇച്ചിരി പഞ്ഞി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇച്ചിരി ലീക്ക് ആയിട്ടുണ്ട്. മൂക്കി വെക്കാനാണോ? അതാണാ പറഞ്ഞത്. ഇവിടെ പഞ്ഞി ഇവിടെ വെക്കാനായിട്ടാണ് പറഞ്ഞത്. ശരിക്കും നിങ്ങൾ ഇവിടുത്തെ ആരാ? ഞാനാ ശരിക്കും പറഞ്ഞാൽ ഡോക്ടറാ. ഡോക്ടർ ഇല്ലാത്തപ്പോ തൽക്കാലം ഒരു ഡോക്ടർ, അങ്ങനെ ഒരു കമ്പൗണ്ടർ. അങ്ങനെ പറയാവേ. ഞാനിപ്പോ പഞ്ഞെടുത്തോ കേട്ടാ, മര്യാദക്കിരുന്നോണം കേട്ടാ. അതെ പോലെ. എനിക്ക് ഈ ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിനെന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കി തരാമോ? നിങ്ങളെ വായിക്ക് കുഴപ്പമൊന്നുമില്ല ആഹാരം കഴിക്കാൻ. അല്ല, ഈ കൈ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ. ഓ മൈ മിസ്റ്റേക്ക്. ആ ഒരു കാര്യം ചെയ്യാം, ട്യൂബ് ഇടാം. അല്ല, ഈ ട്യൂബ് ഇടുമ്പോഴേ അതിനകത്തോടെ ചിക്കൻ വരുമോ? ചിക്കൻ വരും, മട്ടൻ വരും, എല്ലാം വരും. അയ്യാ, തിന്നണ കാര്യം പറഞ്ഞ മര്യാദക്കിരുന്നോണം കേട്ടോ, അനങ്ങാതിരിക്കണം. ഞാനിപ്പോ പോയി എടുത്തോണ്ട് വരാം. എന്തൊരു ഒരാളോട് അവിടെ കാണിക്കാൻ പറഞ്ഞപ്പോ ഇവിടെ കാണിക്കാൻ പറയുക, ഇവിടെ കാണിക്കാൻ പറഞ്ഞപ്പോ അവിടെ കാണിക്കാൻ പറയുക. ഇതിപ്പോ എവിടെ ദൈവം ഇത് കൊണ്ട് കാണിക്കേണ്ടത്? ഹലോ, രാമണപ്രഫുല്ല ഇന്നസെന്റേ അവിടെ? സുധി മീനൂട്ടി ആരെയോ വീണ്ടും വളക്കാൻ ഇത് മാത്രമേ ഉള്ളൂ തൊഴിൽ. പ്രണയതീരത്തെ പൂന്തിരകളിൽ എടാ ഫ്രണ്ടിലോട്ട് വാടാ. എല്ലാം. എത്ര വർഷമാടാ നിന്നെ കണ്ടിട്ട്? ഞാനും ഓർക്കുന്നു. ചേട്ടാ, ഇത് ആരെന്നറിയോ? അയ്യോ, എനിക്കറിയാം. അയ്യോ, ഇവന്റെ അതല്ലെന്ന്. നിങ്ങള് 5ാം ക്ലാസ് മുതൽ ഒരുമിച്ച് അല്ലെന്ന് ഒരുമിച്ച് പഠിച്ചതാന്ന്. അയ്യോ, ഇവ ഈ കാണുന്ന പോലൊന്നുമല്ല. ഫ്രണ്ടിലോട്ട് വാടി. നീ അത് കാര്യം വെക്കണ്ട. നിനക്ക് ഒരു മാറ്റമില്ല. നിനക്ക് ഒരു മാറ്റമില്ലല്ലോടാ. അപ്പൊ എന്ത് പറയാനായിട്ട് ഇങ്ങനെയൊക്കെ കഴിഞ്ഞോടി പോള്. നീ എന്താ ഇവിടെ? ഇവിടെ ഡോക്ടർ കമ്പൗണ്ടർ. ഇപ്പോഴോ പഴയ സ്വഭാവം അത് തന്നെ. അറിയാലോ, സ്പോട്ടിൽ അതെ അതെ. നീയോട്ട് എങ്ങനെ പരിപാടി? അതെ, ഞങ്ങൾ 5ാം ക്ലാസ് വെച്ചാണ് 5ാം ക്ലാസ് വെച്ചാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത്. പരിചയപ്പെടുത്തില്ലേ? ഇത് എന്റെ ഭർത്താവ്. എന്റെ ഭർത്താവ്. എങ്ങോട്ട് പോടാ? അവിടെ വർഷത്തിന് ശേഷം കേട്ടോ. ഞങ്ങൾ കാര്യം പറയട്ടെ. എന്താടാ ഇതെങ്ങനെയാണ് സംഭവിച്ചത്? അത് ഓരോ അരിമണിയിലും അത് കഴിക്കേണ്ടതിന്റെ നാമം കുറിക്കപ്പെട്ടിട്ടുണ്ടെന്നാണല്ലോ. റേഷൻ അരിയുന്ന പെറുക്കുകൾ എന്നൊക്കെ എങ്ങനെയാണ് നാമം എഴുതണം? ഇടം എന്റെ ചേട്ടനൊരു ആക്സിഡന്റ് പറ്റിയിടാം. ഇതെന്ത് സംഭവിച്ചെന്നുള്ള കാര്യമൊക്കെ എന്റെ അടുത്ത് പറഞ്ഞ്. ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചതല്ലേ? എവിടെ പോവാ നിങ്ങള്? എവിടെയാണിത്? എന്തെന്ന്? ഒരു കുഞ്ഞിന്റെ ജീവിതം. ഒരു പോത്ത് വന്ന മലത്തി നിങ്ങൾ പോവല്ലേ. എന്റെ ജീവൻ രക്ഷിക്കാൻ മലത്തി പോവാതിരിക്കാൻ നിനക്ക് വല്ല പ്രാന്തും ഉണ്ടാ? എന്ത്? എടാ, ഇങ്ങർക്ക് മുടിഞ്ഞ സംശയമാണ്. ഇങ്ങർക്ക് ഞാൻ പറഞ്ഞുതരാം.
ഞാൻ ഇന്നലെ വൈകുന്നേരം പൂജാമുറി കയറിന്ന് ഭഗവാനോട് എന്റെ വിഷമങ്ങൾ പറയായിരുന്നു. പറയണം. ഇങ്ങനെ വിചാരിച്ച് ഞാൻ പെരയ്ക്കകത്ത് ആരെ കയറ്റിയിരുത്തിയിട്ടുണ്ടെന്ന്. അതാരാണെന്ന് അറിയാൻ വേണ്ടി ഓടിന്റെ മേളിൽ കയറി ഓടിളക്കി താഴോട്ട് ഇറങ്ങാൻ വേണ്ടി നിന്നാ പട്ടിയെല്ലൊടിഞ്ഞ് താഴെ വീണു. വീഴാതിരിക്കാൻ ഇങ്ങനെ കയറി കയറാന്ന് പറഞ്ഞ് കയറി പിടിച്ചതാ അവിടുന്ന് മാറാലക്കകത്ത് വീണതാണ്ട് ഈ പരുവായി. ഒരു 10,000 പ്രാവശ്യം ഇങ്ങനെ അടുത്ത് ഞാൻ പറഞ്ഞു പട്ടിയിലെല്ലാം പോയിരിക്കുകയാണ്, അത് കമ്പി അടിച്ചിട്ട് നമുക്ക് ഓടിടാന്ന്. കേട്ടില്ല. ഇപ്പൊ ഇങ്ങനെ ദേഹത്ത് മൊത്തം കമ്പി ഇട്ടപ്പോ ഇങ്ങനെ സമാധാനമായി. എനിക്കൊരാഗ്രഹമല്ലേ കമ്പിയൊക്കെ ഇട്ട് നേരെ ഇങ്ങനെ നിർത്തണം, അതുകൊണ്ട് കമ്പി കിട്ടിയാ. ഇപ്പൊ നേരെയല്ലേ? അതും 5 പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത് ആര് പൈസ ഇല്ലെന്നാ? പിന്നെ ഹാർഡ് വർക്ക് അല്ലേ? നിങ്ങളിഞ്ഞ ബാ. എന്തൊക്കെ ഈ പറഞ്ഞു ഹാർഡ് വർക്കാണ് ഈ പുള്ളിക്ക്. നീ അതിലെന്താ ഉദ്ദേശിച്ചത്? പരസ്യം. വീട്ടിലൊരു 3-4 ആടുണ്ട്, അതിനെ കൊണ്ടുവന്ന് തീറ്റുന്ന ഇങ്ങനെ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, സംശയം കണ്ടുപിടിച്ചതേ ഇങ്ങേർക്ക് വേണ്ടിയാ. അതൊക്കെ പോട്ടെ. വീട്ടിലെ അമ്മണിയാട് പ്രസവിച്ചു. ഈ കുഞ്ഞുങ്ങളെയും അതിന്റെ മുട്ടനാടിനെയും കൊണ്ട് DNA ടെസ്റ്റ് എടുക്കാൻ പോയ മനുഷ്യനാണ്. അത്ര സംശയമാണ് ചുമ്മാ ഞാൻ പറയും. അല്ലല്ല, നിങ്ങൾ എവിടെ പോകുന്നത്? ഫ്രണ്ട്ലിയാണത്. നിങ്ങൾ ഇതെവിടെ പോകുന്ന? അവിടെ നില്ലേ. ഒരു കാര്യം പറഞ്ഞേക്കാം, 3 മാസം നിന്നെ എനിക്കറിയാം. എടാ ആരെങ്കിലും കിട്ടാകാത്തിരിക്കണം. ഞാൻ ചോദിക്കട്ടെ. എടാ ഇത് എത്ര കാലം എടുക്കൂടാ? ഇത് എങ്ങനെ വന്നാലും ഒരു 3 6 മാസം എടുക്കും. 6 മാസം എടുക്കും. 6 മാസം കൊണ്ട് ഞാൻ ഒരു പക്കി പറക്കണ പോലെ ഇയാളെ ഇറക്കി വിടും. നിർബന്ധമില്ല. അല്ല എടാ, എന്നാലും നിനക്ക് 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ആ കഥ ഓർമ്മയുണ്ടോടാ? എന്താന്ന് അതൊക്കെ അടങ്ങി ഒതുങ്ങിയില്ലടാ. ഞങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴേ ഒരു ഭയങ്കര മഴ. ഞങ്ങൾ എന്ത് ചെയ്തെന്നറിയോ? ഞങ്ങൾ രണ്ടുപേരും മഴയത്ത് ഇങ്ങനെ നനയാ. അന്ന് കഞ്ഞിവരും നീയാണ് ആ മഴയത്താണെങ്കിൽ ഒരു ഒറ്റ ഓട്ട ഓടി. മഴ നനഞ്ഞ എനിക്ക് പനി വരൂടാ, അതുകൊണ്ടല്ലേ ഞാൻ. അല്ലാണ്ട് എവിടെങ്കിലും വെച്ച അവിടെ ഇരിക്കില്ലല്ലോ. നിങ്ങൾ എവിടെയെങ്കിലും നിക്കി. അവിടെ ഇരി. നിന്നോട് ഞാൻ പറഞ്ഞാണ് ആ മഴയത്തിറങ്ങി. ഇവിടെ മഴയത്തിറങ്ങി നടക്കണ ചേട്ടാ. മഴയത്ത് അവിടെ എന്ത് സംഭവിച്ചെന്ന് പറയാം. ഞങ്ങൾ അവിടെ കഞ്ഞിപ്പര കയറി നിന്നു. കഞ്ഞിപ്പര കയറി. അപ്പൊ ഞങ്ങൾ ആ സമയത്ത് അവിടെ ആരുണ്ട്? മക്കളെ നിങ്ങൾ ഇങ്ങനെ മഴ നനഞ്ഞിടക്കതും പനി വരും, അകത്ത് കയറാൻ പറഞ്ഞു. അതും പറഞ്ഞ് കുറുപ്പ് മാഷ് നേരെ ഒറ്റ പോക്ക്. അങ്ങനെ മഴ തൂരുന്നു. ഞങ്ങൾ അവിടെ നിന്ന്. പിന്നെ അത് പോട്ടെ, 9ാം ക്ലാസ്സിൽ വെച്ചെന്താണ്? 9ാം ക്ലാസ്സിൽ ഞങ്ങൾ ടൂർ പോയി. അതെല്ലാരും പോകുന്നതല്ലേ? സ്കൂളിൽ നിന്ന് ടൂർ പോകും. അതല്ലെന്ന് പോയി. അങ്ങനെ പോയപ്പോഴുണ്ടല്ലോ, ഊട്ടിയിലാവും നല്ല ഇറക്കമില്ലേ. ഇറക്കത്ത് ഞാനിങ്ങനെ ഓടി വന്നത് എന്റെ ചെരുപ്പ് തെറ്റി. എന്റെ ചേട്ടാ, ഞാൻ ആ കൊക്കയിലോട്ട് ഒരൊറ്റ പോക്ക്. അപ്പൊ ഞാൻ വട്ടം കയറി ഒറ്റപ്പെടുത്താം. നീ പിടിക്കുമല്ലോ അവിടെ തൊട്ട് പുറകെ. നീ പിടിച്ചില്ലായിരുന്നു ഞാൻ ചത്തുപോയി. ആ സമയത്ത് അവിടെ ആരുണ്ടായിരുന്നു? അവിടെ കുറുപ്പാഷുണ്ടായിരുന്നു. കുറുപ്പുമാഷ് ഇല്ലായിരുന്നെങ്കിൽ ആകെ പ്രശ്നമായി. കുറുപ്പുമാഷാണല്ലോ നിങ്ങൾക്ക് സൈഡിൽ നിൽക്കുന്നത്. അല്ല, അതിനേക്കാൾ വലിയ രസമുണ്ട്. അസംബ്ലിക്ക് പുറത്ത് പാടാ, അവിടെ അടുത്ത് നിൽക്കാടാ, എനിക്ക് ജീവിക്കണോടാ. ചേട്ടാ, അസംബ്ലിക്കുണ്ടല്ലോ, അസംബ്ലിക്ക് പെണ്ണുങ്ങളുടെ വരിയിൽ ഏറ്റവും ബാക്കിൽ ഞാൻ. എന്റെ തൊട്ട് ബാക്കിൽ ഇവൻ വന്ന് നിൽക്കും. കുറുപ്പുമാഷ് ഇവിടെ നിൽക്കും. കുറുപ്പുമാഷ് അവിടെ ഉണ്ടോ? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? നിങ്ങൾ എവിടെ ഉണ്ടെങ്കിലും കുറുപ്പുമാഷ് അവിടെ ഉണ്ടല്ലോ. കുറുപ്പുമാഷ് അസംബ്ലിയുടെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കുറുപ്പുമാഷിന്റെ നമ്പർ ഒന്ന് കിട്ടുമോ? കിട്ടില്ല. ആൾ മരിച്ചുപോയി. മരിച്ചല്ല, നീ കൊന്നതായിരിക്കും. നീ തെളിവ് അതുകൊണ്ടാ. എടി, ഏതായാലും നിന്നെ കണ്ട സ്ഥിതിക്ക് എനിക്കൊരു കാര്യം പറയാം. അതല്ലെന്ന് ഞാൻ പറയട്ടെ, ഞങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണ്ടേ. റീയൂണിയൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നീ അത് മൈൻഡ് ചെയ്യണ്ട. നീ എല്ലാരും വിളിച്ച നമ്മൾ അന്ന് ക്ലാസ്സിലുണ്ടാകുന്ന 15 പേരും ഉണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത്? അതായത് ഈ 15 പേരില് അവരുടെ ഭർത്താക്കന്മാരില്ല. അവർ 13 പേരേ ഉള്ളൂ. ഞാനാണെങ്കിൽ ഉടുപ്പി ഹോട്ടലിൽ ചെന്നിട്ട് ഒരു 200 പേരിരിക്കുന്ന ഒരു ഹോള് ബുക്ക് ചെയ്ത് AC. എടാ, ഞാനിപ്പോ ഈ അവസ്ഥയിൽ എങ്ങനെയാടാ ചേട്ടനെ ഇട്ടിട്ട് വരുന്നത്? ചേട്ടനാണെങ്കിൽ എഴുന്നേച്ചിറക്കണമെങ്കിൽ പോലും ഒരാളുടെ സഹായം വേണം. ഇതിന് എഴുന്നേക്കും തോന്നുന്നു. ഞാൻ വരക്കുന്ന നടക്കില്ലടാ. ഞാൻ എങ്ങനെ വരാനടാ ഈ അവസ്ഥയിൽ? മോശമല്ലേ? നാട്ടുകാരെന്ത് പറയും? അപ്പൊ ഈ റീയൂണിയന് ആരൊക്കെ കാണും പോവാൻ? ശരിക്കും പറയണെങ്കിൽ ഇപ്പൊ ഇത് വരില്ലല്ലോ, ഇത് കല്ല് പോലെ അവിടെ ഇരിക്കുകയാണ്. ഇതെവിടെ ഇരിക്കും? നീ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോവാൻ കാട്ടെ. അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഓഡിറ്റോറിയം വേണ്ടോ? എന്താ? കൊട്ടാരക്കര സ്റ്റാൻഡ് താഴെ 450 രൂപയുടെ റൂം. അതവിടെ മൂട്ട ഫാനും കറങ്ങിയാലോ. അതിന് തൊട്ടിപ്പുറത്ത് സുഭാഷ് ഹോട്ടലുണ്ട്, അവിടെ എടുക്കണം. അപ്പൊ ഇവന് ആഴ്ച റീയൂണിയൻ. അങ്ങനത്തെ സംസാരിക്കാൻ നിൽക്കണം. ഇത് അങ്ങനെ സ്വഭാവം. എടേ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. റീയൂണിയന്റെ കാര്യം വിട്. നിന്റെ പഴയ സംഭവം ഏത്?
ഞാൻ പാട്ടൊന്ന് പാടടി. എടാ, പോടാ, അതൊക്കെ കുറെ നാളായിട്ട് ഞാൻ നിന്റെ പാട്ട് കേട്ടു. എടാ ഇപ്പൊ അത് പാടാനല്ലേടാ, ഞാൻ അതൊക്കെ വിട്ടില്ലേ. രണ്ടുപേരും എനിക്ക് അയ്യോ, അത് നിർബന്ധിക്കുന്നത് പ്ലീസ്. ടച്ച് വിട്ടുവേടാ, അതുകൊണ്ടാടാ. ആര് പറഞ്ഞു നന്നായിട്ട് ടച്ച് ചെയ്ത് അതല്ലേ ചേട്ടാ. അതെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് എവിടെ പോകും അല്ല ഇവിടെ നിർത്താം. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ നന്നായിട്ട് പാട്ട് പാടും. അപ്പൊ നീ എന്ത് ചെയ്യും? നോണാട്ട്. ഈ ഒരാള് തന്നെ രണ്ട് സംഭവം പറയില്ല. അതന്നെ അത് ഞാനാണ് ഫസ്റ്റ് ഇവള് പാട്ടില് സ്കൂളില്. വൈകുന്നേരം ഈസിയൊക്കെ ഒരു തർപ്പുണ്ട് എല്ലാവരും നമ്മള് രണ്ടുപേരും കീച്ചിക്കടി ഒന്ന് കേക്കട്ടെ ഒരു കുളിരി. എടാ ശരിയാവോന്ന് അറിയില്ല, എന്നാലും പാട് പാട് പാട്. നിനക്ക് വേണ്ടി മാത്രം. എനിക്ക് വേണ്ടിയാ. പാട്ട് സെലക്ട് ചെയ്തപ്പോഴേ എനിക്ക് അറിയാടി ലാസ്റ്റ് നിന്റെ മുതുകത്ത് വന്ന് വീഴാനുള്ള പണിയാണ്. സമ്മതിക്കുമല്ലോ ഞാനുള്ളപ്പോ. ഇതെല്ലാം ഒടിഞ്ഞു ചൊളിങ്ങിയില്ലേ? രണ്ടാമത് കമ്പി കയറ്റണ്ടേ ഞാൻ? അത് അവിടെ ഇരുന്നോട്ടെ. എടാ ഞാനൊരു കാര്യം പറയാം. എടാ എനിക്ക് എന്റെ രണ്ട് കാര്യം എഴുന്നേറ്റിരിക്കാൻ പറ്റുമായിരുന്നല്ലോ. നിന്നെ ഞാൻ കവാലക്കൂട്ടി അടിച്ച് പൊളിച്ചേനെ ഞാൻ. അത് നിങ്ങൾക്ക് എന്തിന്റെ കുഴപ്പമാണ്? നിങ്ങളുടെ കാലിന് എന്തിന്റെ കുഴപ്പമാണ്? നിങ്ങളുടെ പെടലിക്കും കൈക്കും മാത്രമേ പ്രശ്നമുള്ളൂ. ഇതിന് നിങ്ങളുടെ കാലിനൊരു കുഴപ്പമില്ല. നിങ്ങളുടെ കാലിന് അപ്പൊ ഇത് നേരത്തെ അറിഞ്ഞിരുന്നല്ലേ? ഇളമഞ്ഞ് വരെ കൊണ്ടെത്തിക്കത്തില്ല. ഇനി ഞാനിത് എന്ത് ചെയ്യൂടാ? ഒന്നും ചെയ്യാനില്ല. മൊത്തം ചുളുങ്ങി ഒടുങ്ങിയിരിക്കാണ്. എങ്ങനെ കളിച്ചാലും 2 വർഷം പിടിക്കും. അപ്പൊ റീയൂണിയന്റെ കാര്യം ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കത്തില്ല. അപ്പൊ ചേട്ടന്മാരെ, സ്കിറ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ കാര്യക്കാർക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. നമുക്ക് ബിജുക്കുട്ടൻ ചേട്ടൻ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നല്ല ഗംഭീര പ്ലേ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. 3 പേരും 3 പേരുടെ പാർട്ട് നല്ല കിലുക്കനാക്കി ചെയ്തിട്ടാ. എനിക്ക് തോന്നണത് ഒരു കാണാത്ത ഒരു സാധനമാണ് ആ വീൽ ചെയറിലുള്ള പ്ലേ. അത് ഗംഭീര സാധനം കേട്ടോ. അതെനിക്ക് തോന്നുന്നു എന്തോ ജീവികളൊക്കെ ഇഴഞ്ഞു പോകണം കിട്ടണം. അത് ആ രഹസ്യം കേൾക്കാനുള്ള അതേപോലെയാണ് ആ ചെയറിൽ നമുക്ക് എന്താണ് കേൾക്കേണ്ടതെന്നുള്ളത്. അത് ഇവിടെ നിന്ന് കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നു. അത് ഒരു 3-4 പ്രാവശ്യം കാണിച്ചിട്ടും അതിനകത്തൊരു ആവർത്തന വിരസത കണ്ടില്ല. കാരണം അതൊരു പുതിയ സാധനമായതുകൊണ്ട്. കാരണം അത്രയും ആവശ്യമായിട്ട് വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാളും അതിനു വേണ്ടി ശ്രമിക്കൂല. അത് ഗ്രാൻഡായിരുന്നു കേട്ടോ. ഒരിക്കലും എനിക്ക് തോന്നുന്നു ഈ വീൽ ചെയറുമുള്ളൊരു ബാലൻസ് നമുക്ക് ആക്കും അങ്ങനെ കിട്ടൂല ഇങ്ങനെയൊക്കെ നടക്കാനായിട്ടേ. അതിന് പ്രാക്ടീസ് ഉണ്ടായിരുന്ന നേരത്തെ വന്നപ്പോ ചെയ്തു നോക്കിയായിരുന്നല്ലേ? അത് ജിത്ത അത് കറക്റ്റായിട്ട് ചിത്തനത് ചെയ്ത് ഉഗ്രനായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു വിനോദ് പൊളിച്ചടിക്കട്ടെ. നിങ്ങൾ വിനോദ് ഉഗ്രനായിരുന്നു കേട്ടോ. വിനോദ് ഈ കഥയുടെ കൂടെ ആദ്യം തൊട്ട് അവസാനം ക്ലൈമാക്സ് വരെ വിനോദ് ഉഗ്രനായിരുന്നു. കാരണം ഈ കാമുകൻ എന്ന് പറയുമ്പോൾ സൗന്ദര്യത്തിലല്ല ഇയാളുടെ ആറ്റിറ്റ്യൂഡിലാണ് വീഴുന്നത്. ആ പറയുന്ന ആ സ്ലാഗ് ഭയങ്കര രസമുണ്ടായിരുന്നു. കാരണം പറഞ്ഞാണ് ഇയാൾ കൺവിൻസ് ചെയ്യിക്കുന്നത്. അതുപോലെ ഒരുപാട് പേര് എനിക്കൊരിക്കലും ഹസ്ബൻഡാണ് ഒരിക്കലും നമ്മൾ വിചാരിച്ചില്ല. ഏതൊരു വാർഡ് തേടി പോകുന്നു അല്ലെങ്കിൽ മരുന്ന് വാങ്ങിക്കാൻ പോകുന്നു ഉള്ളതാണ് കരുതിയത്. പക്ഷേ ഇത് ചിത്തൻ്റെ വൈഫാണെന്നുള്ള കാര്യം മനസ്സിലായില്ല. അവിടെ തൊട്ടാണ് ഈ സാധനം അങ്ങോട്ട് കയറി കത്തി തുടങ്ങിയത്. കാരണം ഇവർ രണ്ടുപേരുള്ള പാസ്റ്റ് സംഭവങ്ങൾ പറയുമ്പോൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും സ്കൂളിൽ നമ്മളിങ്ങനെ ചെയ്ത കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് അവിടെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പുതുമയുണ്ടായിരുന്നു. ഈ വീൽ ചെയറും കൂടി ഉള്ളത് കൊണ്ട് പുതുമയുണ്ടായിരുന്നു. 3 പേരുടെ പാർട്ട് ഗംഭീരമാക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ. അടിപൊളി, സൂപ്പർ. താങ്ക് യു ചേട്ടാ. പ്രചോദേട്ടാ, ചിത്ത, വിനോദേ, ബിൻരാജേ, അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ പെർഫോമൻസ് തകർത്ത് കളഞ്ഞു. അതായത് ചിത്ത നല്ല റിയാലിറ്റി ആയിരുന്നു, ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞാൽ. അതായത് ചിത്തന് ഒരു അപകടം പറ്റി ആ വീൽ ചെയറിലിരിക്കുന്ന ഒരു പ്രതീതി നമുക്ക് ആ വിഷമം. കാര്യം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നിന്ന് തന്നെ സ്കിറ്റുകൾ ഏൽപ്പിക്കാൻ പാടാം. അപ്പം ഞാൻ ആലോചിച്ച് ഈ വീൽ ചെയറിലിരുന്നുകൊണ്ട് ഇതെങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യുമെന്നുള്ളൂ. പക്ഷേ വിനോദ് ബിജുക്കുട്ടൻ പറഞ്ഞ പോലെ അത് ഭയങ്കരമായിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഈ ചിത്തൻ്റെ അകത്തൊരു അവസ്ഥ മേലാഴിക പറയുമ്പോഴും വിനോദിൻ്റെ ഒരു റേഞ്ചിൽ വിനോദ് നിന്ന് 2 പേരുടെ കളിച്ചിട്ട് പിന്നെ ഫോൺ വരുന്ന അങ്ങനെ കുറേ സാധനങ്ങൾ കളിച്ച് നിൽക്കുന്ന സമയത്താണ് ബിനുരാജിൻ്റെ എൻട്രി. അപ്പോൾ ബിനുരാജ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിന് വലിയൊരു ട്വിസ്റ്റ്. കാര്യം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു വൈഫാണ് വരുന്നത്. അവിടെ തൊട്ട് നിങ്ങളൊരു പ്ലേ ഭയങ്കര വരുന്നത്. ആ പ്ലേ എന്ന് പറഞ്ഞാൽ ചിത്തൻ ഇതിൽ കൂടെ പോകുന്നില്ലേ, വീൽ ചെയർ കൊണ്ട് പോകുന്ന സാധനത്തിനൊക്കെ ചിരി കിട്ടുക, ആ മൊമെൻറ്റ് ഭയങ്കരമാണ്. പിന്നെ ഇയാൾ സംശയരോഗിയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞു വെച്ചിരിക്കുന്നത് മുഴുവൻ മറ്റതാണ്. പുള്ളി പറഞ്ഞിരിക്കുന്ന വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കൊച്ചിനെ പോത്തിടിക്കാൻ വന്നപ്പോൾ ഞാൻ കറക്കി എസ്കേപ്പ് ചെയ്തു.
അവിടുന്ന് ഓരോ ക്ലിയർ ചെയ്യുമ്പം ചിത്തൻ രക്ഷപ്പെടാൻ പോകുന്ന ഒരു പോക്ക് അതിന് ഉഗ്ര ഐഡിയാണ്, ഉഗ്ര ടൈമിംഗ് ആയിരുന്നു കേട്ടോ. എല്ലാ കൗണ്ടറുകളും രജിസ്റ്റർ ചെയ്തു. ആ ആദ്യത്തെ ദുരൂഹത മുഴുവൻ അവിടെ അഴിച്ചു പണിതൊരു പരിപാടി നന്നായിട്ട് വർക്കായി. അതിനുശേഷം ഞെട്ടിപ്പോയത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് മറ്റേ പാട്ട്. ആ വീഴ്ചയുടെ ടൈമിങ്ങിനൊക്കെ ചിത്ത ഉഗ്രൻ ടൈമിംഗ്. കാര്യം അതിനൊക്കെ കയ്യടി വീട്ടുക എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസാണ്. അപ്പം നിങ്ങളത് 3 പേരും നല്ല രസമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കളിച്ചു. 3 പേരും അടിപൊളിയായിരുന്നു. ഓൾ ദ ബെസ്റ്റ് 3 പേരും. അടിപൊളി, നല്ല വൃത്തിയുള്ളൊരു സ്കിറ്റായിരുന്നു കേട്ടോ. സാധാരണ ഈ വീൽ ചെയർ എന്ന് പറയുന്ന സാധനം നമ്മുടെ സൗകര്യത്തിന് നിൽക്കുന്നതല്ല, അത് അതിൻ്റെ ഇഷ്ടമാണ്. പിന്നെ ബാക്കിൽ നിൽക്കുന്ന ആളാണ് അതിനെ നിയന്ത്രിക്കുന്നത്. ഇതിപ്പോൾ അതിൽ ആള് ബാക്കിലില്ലാതെ നിങ്ങളുടെ സ്കിറ്റിനൊപ്പിച്ച് ആ വീൽ ചെയർ നിന്ന് തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. അത്ര മനോഹരമായിട്ട് ആ സാധനം നീ പ്ലേ ചെയ്ത്, ചിത്തൻ അത് കറക്റ്റായിട്ട് പ്ലേ ചെയ്തു. പിന്നെ എനിക്ക് വിനോദിൻ്റെ കാര്യം, വിനോദ ഇതിൽ കലക്കി കേട്ടോ. വിനോദ നല്ല രസമുണ്ടായിരുന്നു. നിൻ്റെ മറ്റേ പഴയ സാധനങ്ങളൊന്നും ഒരുപാടില്ലാതെ എന്നാൽ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. ഇത് കാമുകനല്ല, ഞരമ്പ് രോഗി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഞരമ്പ് രോഗിയാണ് ഇതിൻ്റെ അകത്ത്. അത് മൊത്തം ഈ വൈഫ് വരുന്നതിന് മുമ്പ് തന്നെ ഭർത്താവിനോട് പറഞ്ഞു കേൾപ്പിച്ചിരുമ്പോൾ അയാളുടെ മനോവിഷമം എന്തായിരിക്കും എന്നറിയായി. ഇതിൻ്റെ അടുത്തേക്കാണല്ലോ ഇവള് വന്ന് പെട്ടത്. ആ കൂട്ടത്തിൽ നിങ്ങളുടെ പഴയ ചരിത്രങ്ങളും കഥകളും ഒക്കെ പറയുമ്പോൾ ഓൾറെഡി പിടിവിട്ടു പോകുന്നൊരു ഭർത്താവായിട്ടാണ് ചിത്ത നല്ല മനോഹരമായിട്ട് ചെയ്തു. ആകപ്പാടെ ഒരു വീൽ ചെയർ മാത്രമേ ഉള്ളൂ ആ സാധനം. അത് മതി അതിൻ്റെ അകത്ത്. ആ വീൽ ചെയറിൻ്റെ മൂവ്മെൻറ്റ്സിൽ വരെ ചിരി തന്നു എന്നുള്ളതാണ് സത്യം. ഇത് അപ്പം എന്തായാലും വളരെ മനോഹരമായിട്ട് നിങ്ങൾ ആ സ്കിറ്റ് ഫോളോ അപ്പ് ചെയ്ത് എൻഡ് വരെ എത്തിച്ചു. നല്ല ക്ലൈമാക്സും അടിപൊളി, സൂപ്പർ. അപ്പൊ കാര്യക്കാരൊക്കെ വളരെ ഹാപ്പിയാണ്, നല്ല കമന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ തുക എത്രയാണെന്ന് അറിയാം. ബിജുക്കുട്ടൻ ചേട്ടാ, ഞാനൊരു 15,000 രൂപ കൊടുക്കാം. 15,000. പ്രചോദേട്ടാ? അപ്പോൾ ഞാനും കുറയ്ക്കുന്നില്ല, ഒരു 15,000 ഞാനും കൊടുക്കും. ഓക്കെ, അങ്ങനെ ഇപ്പൊ മൊത്തം 30,000 രൂപയായിട്ടുണ്ട്. ഇനി ഇക്കയുടെ കയ്യിലാണ് ബാക്കിയുള്ളത് കിടക്കുന്നു. 65,000 രൂപയാണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. അപ്പം അടുത്ത തവണ നമുക്ക് പഞ്ചടിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ചിരികളും സ്കിറ്റുകളും സ്പെഷ്യൽ പെർഫോമൻസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, this is me Meenakshi Sudhir signing off from Flowers Comedy. ഏത് ഐറ്റം വരെ ഗുഡ് നൈറ്റ്. Flowers Comedy.